ഇപ്പം നമുക്ക് പുതിയ പുതിയ പണിക്കാർ കുറവാണ്. പണിക്കാരെ കിട്ടുന്നില്ല. പണിക്കാരെയൊക്കെ വിളിച്ചാൽ ഒന്ന് ഇസ്രായേൽ, ദുബായ് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ പുതിയ പണിക്കാരൊക്കെ പണി പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇതുപോലെ എന്നെ വിളിക്കാറുണ്ട്. ഈ ഓരോ സംശയങ്ങൾ ചോദിച്ച്, ആശാനെ ഇതിൻ്റെ ഉള്ളു ഗ്യാപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം, അവരിലേക്ക് ഗ്രില്ലിൻ്റെ ഗ്യാപ്പ്, ഒരു ഗ്രില്ലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളു ഇന്നർ ഗ്യാപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച് പറഞ്ഞു കൊടുക്കും മനസ്സിലാവത്തില്ല. അപ്പോൾ ഒരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്തിട്ട് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഔട്ടർ ഫ്രെയിമിൻ്റെ ഒരു ഗ്രില്ലുണ്ടാക്കിയാണ് ഔട്ടർ ഫ്രെയിം 50 ഉള്ളിലിടുന്ന 25, 3/4 ഇഞ്ച് പല അളവിലും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളു ഗ്യാപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് കാൽക്കുലേറ്ററിലോ അത് എഴുതിയോ മനക്കണക്കിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മെത്തേഡാണ്, ഐഡിയ ആണ് പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമെന്നുള്ള മെത്തേഡ് ഞാൻ രണ്ടാമത്തെ വീഡിയോ ചെയ്യാം. ഈ ഫസ്റ്റ് വീഡിയോയിൽ 2 മെത്തേഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാ ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്നത് രണ്ടാമത്തെ വീഡിയോയിൽ ചെയ്യാം. അതാണ് ഏറ്റവും സിമ്പിൾ. അതും നേരെ നമ്മൾ ആദ്യം നോക്കുന്നതെന്ന് പറയുമ്പോഴത് ഔട്ടർ ഫ്രെയിമും 25 എമ്മത്തിലാണ്, ഉള്ളിലിടുന്ന 25 എമ്മത്തിലാണ് പണിയുന്നതെന്നുണ്ടെങ്കിൽ, ഉദാഹരണം ഞാനിവിടെ ഒരു അളവ് വെച്ചിട്ടുണ്ട്. 750 നമുക്ക് ഔട്ടർ ഫ്രെയിം പണിയുന്നെങ്കിൽ നമ്മളൊരു ഔട്ട് ഒരു ഇന്നുമുള്ള അളവെടുക്കുക. അളവെടുക്കുമ്പോൾ 725 നമുക്കിവിടെ കിട്ടുന്ന അളവ്. ആ 725 നമ്മൾ 7 ഭാഗിക്കുക. 7 ഭാഗിക്കുക. ഉദാഹരണത്തിന് ഒരു 7 ഞാനിവിടെ ഭാഗിക്കുകയാണ്. 7 ഭാഗിക്കുമ്പോഴത്തേന് നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ 103 കിട്ടുന്നത്. 6 2 വീഴുന്നു. ഈ 103 നമ്മളൊന്നും ഗുണിച്ച് കഴിഞ്ഞാൽ, 7 കൊണ്ട് ഗുണിച്ച് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 4 മില്ലിയുടെ വ്യത്യാസം വരുന്നുണ്ട്. അത് ഏതെങ്കിലും 4 പൈപ്പിനകത്ത് കയറ്റി വിടുക, അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളൂ. അത് ഞാനത് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ഇതിനകത്ത് നോക്കുന്നപ്പോഴത്തേന് ഈ കിട്ടിയ 103 നമ്മൾ ഔട്ട് ഒരു ഇന്നുമാണ് മാർക്ക് വെക്കേണ്ടത്. ഒരു ഔട്ട് ഒരു ഇന്നും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 2ഉം മാർക്കിൽ വെച്ച് ബാക്കിലോട്ട് പോയാൽ 2 മാർക്ക് ഉണ്ടായിരിക്കില്ല. അന്നേരം നമുക്ക് ഉള്ളു ഒരേ കണക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുകയും ചെയ്യും. അന്നേരം അടുത്ത നമ്മൾ നോക്കുന്നത് പറയുമ്പോഴത്തേന് ഔട്ടർ ഫ്രെയിം 50ഉം ഉള്ളിലിടുന്ന 25 ആണെന്നുണ്ടെങ്കിൽ ഉള്ളു നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഭാഗിച്ചു. ഉദാഹരണം ഞാൻ പഴയ അളവിൽ കൂടെ ഒന്ന് ഭാഗിച്ച് കാണിച്ചു തരാം. അന്നേരം നമുക്കിവിടെ പഴയ അളവ് 750 ആ 750 ഔട്ടർ ഫ്രെയിമും 100ഉം പോയിട്ട് ബാക്കി ഭാഗിച്ച് നോക്കുമ്പോഴത്തേന് എനിക്കിവിടെ 6 2 വരുന്നത്. ആ 6 2 25 വെച്ച് 6 വെച്ച് ഗുണിക്കുമ്പോഴത്തേന് നമുക്ക് 150 ആണ് കിട്ടുന്നത്. ആ 150 നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത് 750 അകത്ത് 100 ഫ്രെയിം കനവും കൂടെ കുറയ്ക്കുക. കുറയ്ക്കുമ്പോഴത്തേന് 650 കിട്ടും. മേളിൽ കിട്ടിയ 150 കൂടെ കുറയ്ക്കുക. 150 കുറയ്ക്കുമ്പോൾ നമുക്ക് 500 ഇവിടെ കിട്ടിയത്. ഈ 500നെ 7 ഭാഗിക്കുക. 7 ഭാഗിക്കുമ്പോഴത്തേന് നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ 71 ആണ് കിട്ടുന്നത്. ഈ 71 ഉള്ളിലെ ഗ്യാപ്പ് വരുന്നത്. ഈ 71 കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, 25 കൂടെ കൂട്ടി ഒരു ഇൻസൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പോഴത്തേന് ഒരു ഔട്ട് വരെയുള്ള മാർക്കാണ് വെക്കുന്നത്. അപ്പോൾ അത് കണക്ക് 2 വെച്ച് ഒറ്റ മാർക്കിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനും പറ്റും. 2 നിരത്തി പോകാനും എളുപ്പമാണ്. അല്ല 2 മാർക്ക് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ഇത് കൂടെ പറഞ്ഞത്. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ കാണാം.